സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്തിയിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ ഇടതുപക്ഷവും കുറച്ചൊരു ആശയക്കുഴപ്പത്തിലാണോ എന്ന് നമ്മളൊന്ന് കാത്തിരിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ല, ഇതുവരെ ആയില്ലല്ലോ. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്താൽ ഉടൻ സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും ഇപ്പോൾ മിണ്ടാട്ടമില്ല. സ്വരാജൊക്കെ 3 മാസമായിട്ടൊക്കെ ക്യാമ്പ് ചെയ്യുന്നു എന്നൊക്കെയല്ലേ പറഞ്ഞത്. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് എത്താൻ നിലമ്പൂരിൽ മറ്റന്നാൾ CPIM സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും ചേരാൻ പോവുകയാണ്. അതിനുശേഷമായിരിക്കും പ്രഖ്യാപനം. അപ്പോൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആരാണ്, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ PV അൻവർ പറയുന്ന ജോയ്ഫുൾ വിക്ടറിക്ക് വേണ്ടി ജോയിയെ കൊണ്ടുവരണോ എന്നൊരു ചോദ്യം ഇവിടെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് നിന്നൊക്കെ ഡോക്ടർ അരുൺ എങ്ങനെയാണ് ഉറപ്പിച്ചത്, അല്ലെങ്കിൽ മാഡം ഒക്കെ എങ്ങനെയാണ് നിങ്ങളൊക്കെ ഉറപ്പിച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും ആര്യാടൻ ഷൗക്കത്താണ് എന്നുള്ളൊരു പ്രഖ്യാപനം എന്തായാലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ UDFന്റെ ഭാഗത്തു നിന്നോ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ഞായറാഴ്ച അവധിയാണ് പാർട്ടികൾക്ക് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും അവധിയാ. ശരി, BJP ആണല്ലോ അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്, കാലാകാലങ്ങളായിട്ട് മത്സരിച്ച് ജയിച്ചുകൊണ്ടിരിക്കുന്നത് BJP ആയതുകൊണ്ട് BJP കുറിച്ച് പറയണം. പിന്നെ താങ്കൾക്ക് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും BJPയിലേക്ക് വരിക എന്നുള്ളതാണ്. ഇവിടെ PV അൻവറിനാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും തോറ്റാലും PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അതുകൊണ്ട് അൻവറിന് എന്തെങ്കിലും കപ്പാസിറ്റി ഉണ്ടോ, അൻവറിന് ആ മണ്ഡലത്തിൽ എന്തെങ്കിലും സ്വാധീനമുണ്ടോ എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ ഞാൻ എന്തായാലും കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ തൃണമൂലിന്റെ എല്ലാ നിലപാടും ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കൺവീനർ ലയിക്കണം എന്ന് പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് എടുത്തങ്ങോട്ട് ഘടകകക്ഷിയാക്കാത്തത്. അല്ലെങ്കിൽ ആ ഘടകകക്ഷി പ്രഖ്യാപനമൊക്കെ ഇതിനേക്കാൾ ചെറിയ പാർട്ടികളെയൊക്കെ ഘടകകക്ഷികളാക്കിയൊക്കെ കൂടെ കൂട്ടിയാണ്. പ്രവാസി പാർട്ടിയൊക്കെ വന്നപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവരുടെ കാര്യത്തിലൊക്കെ മാത്രം അൻവറിനെ കൂട്ടാന്ന് വിചാരിച്ചിരുന്നതാണ്. ഇങ്ങനെ പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നത് പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇപ്പോൾ ദേശീയ തലത്തിൽ തൃണമൂലമായിട്ടൊന്നും ചേർന്ന് പോകാൻ പറ്റാത്ത തരത്തിൽ നിലപാടുകൾ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഹൈക്കമാൻഡ് നിങ്ങൾ സംസ്ഥാനത്ത് തീരുമാനം എടുത്തോളൂ എന്ന് പറയുമ്പോഴും അവിടെ അതിനൊരു ചില സർട്ടൺ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. ഏറ്റവും താഴെ ഈ ആസ്ട്രിസ്ക് സിംബൽ ഇട്ടുകൊണ്ട് ചെറിയ അക്ഷരത്തിൽ എഴുതി പരസ്യത്തിലൊക്കെ കാണിക്കില്ലേ, അതുപോലെ തന്നെ ഒരു നിർദ്ദേശം ഹൈക്കമാൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അൻവറിന്റെ കാര്യത്തിൽ എപ്പോഴേ പ്രഖ്യാപനം നടത്തിയേനെ. അപ്പോൾ അൻവർ വന്നാലും ഇവിടെ ഈ നിലമ്പൂരിലെ PV പോര്, നേരത്തെ നിങ്ങൾ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായി പറയുകയാണെങ്കിൽ PV പോരാണ്. പിണറായി വിജയൻ എന്ന PVയും PV അൻവറും തമ്മിലുള്ള പോര് തന്നെയാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ എന്നാണ് ഞാൻ കരുതുന്നത്. 25 ദിവസം പ്രചാരണം കൊണ്ട്, നേരത്തെ തന്നെ പ്രചാരണം എല്ലാവരും തുടങ്ങിയിട്ടുണ്ട്. 25 ദിവസത്തെ പ്രചാരണം കൊണ്ടൊന്നും BJPക്ക് അവിടെ ഒരു അത്ഭുതവും കാണിക്കാനില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കാം അവർ സ്ഥാനാർത്ഥി വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അക്കാര്യത്തിൽ ആ പാർട്ടിയുടെ അധ്യക്ഷനൊക്കെ പ്രഖ്യാപിക്കട്ടെ. അല്ലാതെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് എനിക്കിവിടെ ഇരുന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ അതിൻ്റെ ഒരു വസ്തുത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പം ഈ രാജീവ് ചന്ദ്രശേഖരൻ പ്രസിഡന്റ് ആയതിനു ശേഷം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും ജില്ലകളും പുനഃക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ നേതാക്കന്മാർക്കും ചാർജ് കൊടുത്തു, എല്ലാ സ്ഥലങ്ങളും പോയി ചാർജ് പുനഃക്രമീകരിക്കാൻ. അതിനിടയ്ക്ക് ഈ ഇലക്ഷന് വേണ്ടി പണിക്ക് പോയി ഇതൊട്ട് കിട്ടൂല, മറ്റു അടുത്ത ഇലക്ഷനിൽ പോകും കൂടെ ചെയ്യും. അതുകൊണ്ടാണ് അവർ ഈ മെയിനായിട്ട് ഈ തീരുമാനിക്കാനുള്ള കാരണം. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇപ്പോൾ ഈ നിലമ്പൂരിലാണ് ആദ്യമായിട്ട് ഉപതെരഞ്ഞെടുപ്പിന് BJP സ്ഥാനാർത്ഥിയെ നിർത്താതെ ഇരിക്കുന്നത് എന്നൊന്നും കരുതണ്ട. ഇതിനു മുൻപും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ പാർട്ടിയുടെ ദേശീയ നേതൃത്വം തന്നെ എടുത്തിട്ടുണ്ട്. ഏർക്കാട് 2023 ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല, ഉപതെരഞ്ഞെടുപ്പിൽ നിർത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഈറോഡ് ഈസ്റ്റ് നേരത്തെ മത്സരിച്ചുകൊണ്ടിരുന്ന സീറ്റുകളാട്ടോ, മത്സരിക്കാത്ത സീറ്റല്ല. അപ്പോൾ ഈറോഡ് ഈസ്റ്റിലും പാർട്ടിക്കൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് സാർ. ഈ സാറിൻ്റെ പുച്ഛവും പരിഹാസമൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറും. ഇതുപോലെ പുച്ഛിച്ച് ഒരുപാട് പേരെ നമ്മൾ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ കണ്ടത്, അവരൊക്കെ ഇപ്പോൾ വീട്ടിലാണ്. അപ്പോൾ ഈറോഡ് ഈസ്റ്റിലും ഏർക്കാടും ഒക്കെ BJP ഇതുപോലെ സ്ഥാനാർത്ഥിയെ നിർത്താതെ ഇരുന്നിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ. എന്തായാലും ഇവിടെ ഇപ്പോൾ അവരുടെ നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിലെ കാര്യമല്ലേ? എന്റെ പൊന്ന ഡോക്ടർ അരുൺ, ഈ നിങ്ങൾ ഈ BJPയെ കുറിച്ച് ഇങ്ങനെ ഇത്രയും ആശങ്കപ്പെടുന്നത് എന്തിനാണ്? ആ പാർട്ടി ഇവിടെ എല്ലാ ജില്ലയിലും ഓരോ സീറ്റ് ദേശീയ പാർട്ടിക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ എന്താ പറയാ? BJP അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് PV അൻവറിനെയും അതുപോലെ തന്നെ UDFനെയും ഒക്കെ പെട്ടെന്ന് അങ്ങ് തോൽപ്പിച്ച് അത്രയും വോട്ട് എന്തായാലും BJP പിടിക്കുമല്ലോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അങ്ങ് എളുപ്പമായി. അതാണ് UDFന് വോട്ട് കൊടുക്കുമെന്നുള്ളതല്ല, നിങ്ങൾ അങ്ങ് പെട്ടെന്ന് കരുതുന്ന ഒരു തന്ത്രം അതാണല്ലോ. കാരണം BJPയുടേതായ വോട്ടുകൾ അതിപ്പോൾ താങ്കൾ തന്നെ നേരത്തെ കണക്കൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ NDAക്ക് അവിടെ പരമാവധി കിട്ടിയിരിക്കുന്ന വോട്ടെന്ന് പറയുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K സുരേന്ദ്രന് വയനാട് ലോക്സഭയിൽ കിട്ടിയ 17,520 വോട്ടുകളാണ്. ഇലക്ഷൻ ആയപ്പോൾ നവ്യ ഹരിദാസ് വന്നപ്പോൾ അത് 13,550. ഞാനൊന്ന് പറഞ്ഞോട്ടെ, എല്ലാ കണക്കും താങ്കൾ പറയുക. ശരി, ഏതെങ്കിലും ഒരു കണക്ക് പറയാനൊന്ന് അവസരം തരുമോ? എല്ലാ കണക്കും ഞാനാണ് ഇവിടുത്തെ കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. സ്ഥാനാർത്ഥി അങ്ങനെയാണെങ്കിൽ താങ്കളുടെ അല്ല, LDFും പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ലല്ലോ. സംസ്ഥാന സമിതി കൂടാൻ പോകുന്നേ ഉള്ളൂ. ആ സംസ്ഥാന സമിതി താങ്കൾ പറയുന്നത് കേട്ടാൽ ഇവിടെ ഇപ്പോൾ LDFും UDFും സ്ഥാനാർത്ഥികളെല്ലാം വന്ന് അവരുടെ പടമൊക്കെ വെച്ച് പോസ്റ്ററൊക്കെ ഒട്ടിച്ച് പ്രചാരണം തുടങ്ങി. രണ്ട് മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. രണ്ട് മുന്നണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറി മാറി ഈ മണ്ഡലത്തിൽ വിജയിച്ചിട്ടുള്ള
ആളുകളാണ്. വിജയിച്ചിട്ടുള്ളവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തപ്പോൾ ഇതുവരെ അവിടെ 17,520 കൂടുതൽ വോട്ട് പോലും കിട്ടിയിട്ടില്ലാത്ത ഒരു പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എവിടെ എന്ന് പറഞ്ഞ് ഇത്രയും ആശങ്കപ്പെടുന്നത് എന്തിനാണ്? അത് സ്നേഹം കൊണ്ടൊന്നുമല്ല എന്നുള്ളത് കേട്ടിരിക്കുന്നത്. ഇത്രയ്ക്ക് താങ്കൾ എന്തിനാണ് ടെൻഷൻ ആവുന്നത്? അത് ആ പാർട്ടിയുടെ കാര്യമല്ലേ, ആ പാർട്ടിയുടെ കാര്യം അവർ നോക്കിക്കോളും. അപ്പോൾ അതേക്കുറിച്ച് ആശങ്കപ്പെടാതെ LDFന്റെ സ്ഥാനാർത്ഥി ആരാകും? ഷെറോണ റോയി എന്നൊക്കെ കേൾക്കുന്നു. അതോ ഇനി സ്വരാജ് 3 മാസമായിട്ട് അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, ഇനി സ്വരാജ് തന്നെ വന്ന് മത്സരിക്കുമോ? PV അൻവറിനാൽ പരാജയപ്പെടാനാണോ സ്വരാജ് വന്ന് മത്സരിക്കാൻ പോകുന്നത്? ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ താങ്കൾ ചിന്തിച്ച് വ്യാകുലപ്പെടൂ. അല്ലാതെ BJP കുറിച്ചും BJPയുടെ സ്ഥാനാർത്ഥി വരാത്തതിനെ കുറിച്ച് ആകുലപ്പെടും സുജയ. അതെ, 17,000 വോട്ട് അത് K.സുരേന്ദ്രൻ മത്സരിച്ചുകൊണ്ട് എന്തായാലും K.സുരേന്ദ്രൻ ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊന്നും വരുന്നില്ല. അപ്പോൾ ഇനി നിയമസഭ മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ടാണല്ലോ, ലോക്സഭയിലെ അതേ വോട്ട് ഷെയർ ഒന്നും അല്ലല്ലോ ഓരോ പാർട്ടിക്ക് കിട്ടുന്നത്. പ്രിയങ്ക ഗാന്ധി മത്സരിച്ച ലോക്സഭയിലെ വോട്ട് 95,043 അത്രയൊന്നും ആര് മത്സരിച്ചാലും, ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചാലും VS ജോയ് മത്സരിച്ചാലും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതുപോലെ തന്നെ LDFന്റെ വോട്ട് എന്തായാലും 29,911 കുറയാനും പോകുന്നില്ല. അപ്പോൾ ലോക്സഭയിൽ K.സുരേന്ദ്രന് കിട്ടിയ അത്രയും വോട്ട് അവിടെ ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കുകയാണെന്നൊക്കെ താങ്കൾ കരുതാതെ, ആ വോട്ടുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. 2011 4,425 ഉണ്ടായിരുന്നുള്ളൂ, 2021 8,595 ഉള്ളൂ നിയമസഭയിലും ലോക്സഭയിലും രണ്ടും കണക്ക് വ്യത്യാസം. 10,000 ഒക്കെ കടന്നിട്ടുണ്ട്. 2016 12,284 ആയിട്ടുണ്ട്. PV അൻവർ മത്സരിച്ച് ജയിച്ച ആദ്യ തെരഞ്ഞെടുപ്പിൽ 12,284 കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2021 ആകുമ്പോഴേക്കും അത് 8,595 ആയിട്ട് താഴുകയാണ്. അപ്പോൾ BJPയുടെ ഒരു വോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു 10,000 വോട്ടിരിക്കുകയാണ്. അത് UDFന് പോകുമോ LDFന് പോകുമോ എന്നുള്ള ആശങ്കയ്ക്കൊക്കെ സമയം ഇനി കിടക്കുന്നല്ലേ ഉള്ളൂ. ആദ്യം സ്ഥാനാർത്ഥിയെ നിങ്ങളൊന്ന് പ്രഖ്യാപിക്കുക. LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികളെയൊക്കെ ഒന്ന് കാണാൻ എനിക്കും കൊതിയാവുന്നു. ആരെയും ഇതുവരെ പ്രഖ്യാപിക്കുന്നില്ല. ഞായറാഴ്ച അവധിയാണ് എന്ന് പറഞ്ഞത് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ആ സ്ഥാനാർത്ഥിയൊക്കെ ഒന്നാകട്ടെ, എന്നിട്ട് BJPയുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആശങ്കപ്പെട്ടാൽ മതി. അല്ല, അതാണ് എന്റെ അത്ഭുതം. അതാണ് സുജയ അങ്ങനെ പറഞ്ഞു നിർത്തുന്ന സമയത്തുള്ള ചോദ്യം ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ലേ? BJP സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ലെങ്കിൽ BJPയുടെ എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 9,000 ഞാൻ ചോദിക്കട്ടെ ചർച്ച എന്താ? ഡോക്ടർ അരുൺ, കോർ കമ്മിറ്റിയിലെ ചർച്ച ആ പാർട്ടിയുടെ കോർ കമ്മിറ്റിയിലെ ചോദിക്കുന്നു, മത്സരിക്കുമോ? പക്ഷേ അദ്ദേഹം പരസ്യമായി പറഞ്ഞ ഒരു കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ഫോക്കസ് എന്നാണ് പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ഫോക്കസ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മത്സരം നടക്കുന്ന, ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിലും മുനിസിപ്പൽ നഗരസഭയിൽ ഒരു സീറ്റ് അതൊന്നും പ്രശ്നമില്ല. അവിടുത്തെ എന്തായാലും BJP ഒന്നും ജയിക്കാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ BJP അവിടെ നിലമ്പൂരിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോകുന്നില്ല, ഇനി അങ്ങോട്ട് ഒരു കാലവും പോകുന്നില്ല എന്നൊന്നും അല്ലല്ല. എന്റെ ചോദ്യമല്ല, ആ 8,000 വോട്ട് UDFന് പോകുമോ LDFന് പോകുമോ? ഇതാണ് ചോദ്യം. അവിടെ അത് BJPയുടെ വോട്ട് അവർക്ക് നോട്ടക്ക് ചെയ്യാലോ, അല്ലാതെ LDFന് ചെയ്യണോ? അത് BJPയിലെ ആളുകൾ വന്ന് നോട്ടയ്ക്ക് വോട്ട് ചെയ്യും. നോട്ടയ്ക്ക് ഇവരാരും വേണ്ട എന്ന് പറഞ്ഞ് നോട്ടയ്ക്ക് വോട്ട് ചെയ്യും. രണ്ടും കൊള്ളില്ല, ഇന്ത്യ മുന്നണി കൊള്ളില്ല എന്നുള്ളതാണ് BJPയുടെ നിലപാട്. അപ്പൊ അതുകൊണ്ട് BJP സ്ഥാനാർത്ഥിയെ നിർത്താൻ ഭയന്ന് നോട്ടയെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു എന്ന് പറയാം. ഗതികേടാണ് സുജയ ഇത്. അതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള നോക്കൂ. BJPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനാകുന്നതിന് ശേഷം കേരളത്തിലെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിക്കാത്തോണ്ട് ഞങ്ങൾ മത്സരിക്കുന്നില്ല. മത്സരിക്ക് തോക്കാനാണെങ്കിൽ മത്സരിക്കും. ഭയക്കല്ലേ, പേടിക്കല്ലേ ഇങ്ങനെ സുജയ. പേടിച്ചത് എവിടെ പോയി ആലോചിക്കുക. 8,000 വോട്ടേ ഉള്ളൂ, അവിടെ മത്സരിക്കുന്നില്ല. അവിടെയുള്ള വോട്ടർമാരെ ഈ താമരയിൽ അടിക്കാൻ വേണ്ടി കാത്തിരിക്കുക. താമരയിൽ അടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന വോട്ടർമാരുണ്ട്. കരുളായിലെ പോത്തുകല്ലില് പറഞ്ഞോട്ടെ, ഈ ഡോക്ടർ അരുൺ ഇത്രയ്ക്ക് മത്സരിക്കാൻ മുട്ടി നിൽക്കുകയാണെങ്കിൽ താങ്കൾ LDFന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കേണ്ട. പക്ഷേ അവിടെ BJPക്ക് വോട്ട് ചെയ്ത 8,000 ആളുകൾ താമരയ്ക്ക് പകരം ഏത് ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം പറയൂ. താങ്കൾ മത്സരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ താങ്കൾക്ക് ചെയ്തു. അത് വേണ്ട, എനിക്ക് അങ്ങനെ BJPയുടെ വോട്ട് നിലവിൽ വേണ്ട, ആവശ്യമില്ല. BJPയുടെ വോട്ട് നമ്മളൊരു സുരക്ഷിതമായ അകലം പാലിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ BJPയുടെ വോട്ട് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഡോക്ടർ അരുൺ അവിടെ BJP സ്ഥാനാർത്ഥി നിർത്തില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ ഇതുവരെ പറഞ്ഞോ? പറഞ്ഞതൊറ്റ കാര്യമുള്ളൂ. മത്സരിക്കുമെന്ന് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് നിങ്ങൾ LDFനോട് ചോദിക്കും, തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നൊരു ചോദ്യമില്ലല്ലോ LDFനോട്. ഇതൊരു ദേശീയ പാർട്ടിയല്ലേ? ഒരു തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ വരുന്ന സമയത്ത് ഇങ്ങനെ പേടിക്കാതിരിക്കും സുജയ. അതെ, പേടിയൊന്നും ഇവിടെ ആർക്കും ഇല്ല. ഈ ചർച്ച കഴിയുമ്പോൾ മിക്കവാറും BJP സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഡോക്ടർ ഇതുവരെ ഒരു ഉത്തരം പോലും തരുന്നില്ല. സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്ന ചോദ്യത്തിന് സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നോ ഞങ്ങൾ മത്സരിക്കാൻ തയ്യാറാണെന്നോ പറയുന്നില്ല. അംഗം വെട്ടി വന്നവരല്ലേ, ധൈര്യം കാണിക്ക്. ധൈര്യമൊക്കെ കാണിച്ച് 56 ഇഞ്ചിലെങ്കിലും 56 ഇഞ്ച് ഇപ്പൊ 3-ാം ഊഴമാ ഭരിക്കുന്നത്. താങ്കളുടെ പാർട്ടി എന്നിട്ടാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റാത്തത്. താങ്കളുടെ പാർട്ടി ഒരു ഉപതെരഞ്ഞെടുപ്പിൽ താങ്കളുടെ പാർട്ടിക്കെതിരെ ഒരു സ്ഥാനാർത്ഥിയെ മറ്റന്നാൾ ആവണം. അതായത് ചൊവ്വാഴ്ച നല്ല ദിവസം CPM-ന്
ഉപതെരഞ്ഞെടുപ്പ് നോക്ക്, സംസ്ഥാന സമിതി ആ പാർട്ടി കേഡർ പാർട്ടിയല്ലേ. ആ കേഡർ പാർട്ടി നിങ്ങളെ തീരുമാനിക്കുന്ന പോലെ തീരുമാനിക്കാൻ പറ്റൂ? ആ പാർട്ടി എങ്ങനെയാ തീരുമാനിക്കുന്നത്? എങ്ങനെയാ തീരുമാനിക്കുന്നത്? ആ പാർട്ടി തീരുമാനിക്കുന്നത് ജില്ലാ കമ്മിറ്റി കൂടി എങ്ങനെയാണോ മണ്ഡലത്തിൽ നിന്ന് പോയത് ജില്ലാ കമ്മിറ്റിന് ശേഷം സംസ്ഥാന സമിതിയിൽ തീരുമാനം പാർട്ടിയാണ് ബിജെപി എന്ന് ഇന്ന് കോർ കമ്മിറ്റിയിലെ ചർച്ച എന്തായിരുന്നു അറിയാമോ? നമുക്ക് സ്ഥാനാർത്ഥി നിർത്തേണ്ടതെന്നുള്ളതാണ്. നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയല്ലേ, എല്ലാവരും റിപ്പോർട്ട് ചെയ്ത വാർത്തയല്ലേ. അപ്പൊ BJP സ്ഥാനാർത്ഥിയെ നിർത്തണോ എന്ന് പോലും തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നിടത്താണ് അതിലെ പ്രശ്നം. അത്രേ ഉള്ളൂ. അതേ ഞാൻ സൂചിപ്പിച്ചത്. ആ പൊളിറ്റിക്കൽ വോട്ട് ആർക്ക്? അത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കൗതുകമുള്ള കാര്യമായിരിക്കും. ഈ ചർച്ചയെങ്കിലും കണ്ടുകൊണ്ട് BJP സ്ഥാനാർത്ഥി നിർത്തിയാൽ മതിയായിരുന്നു. ഈ ചർച്ചയിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് BJP സ്ഥാനാർത്ഥി അങ്ങനൊന്നുമല്ല. എത്ര വോട്ട് കിട്ടുമെന്ന് നമുക്കറിയാലോ. കെ സുരേന്ദ്രന് കിട്ടിയ 17,000 വോട്ടിന്റെ പകുതിയെങ്കിലും കിട്ടുമെന്ന്. ആയിക്കോട്ടെ, അപ്പൊ കിട്ടില്ല താങ്കൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ലോക്സഭയിൽ കിട്ടിയ വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായാലും CPIM-നായാലും കിട്ടിയ ചരിത്രമില്ലല്ലോ. അത് വേണ്ട കാര്യമില്ലേ. പക്ഷെ അത് BJP വോട്ടല്ലേ, പൊളിറ്റിക്കൽ വോട്ടല്ലേ. കെ സുരേന്ദ്രന് പോയ വോട്ട് പൊളിറ്റിക്കൽ വോട്ടല്ലേ. കെ സുരേന്ദ്രനോടുള്ള ഇഷ്ടം മാത്രമാണോ? ആ പൊളിറ്റിക്കൽ വോട്ട് എങ്ങോട്ട് പോകും എന്നുള്ളതാ ചോദ്യം. അത് ആ നിലമ്പൂർ മണ്ഡലത്തിൽ വിജയപരാജയം നിശ്ചയിക്കാൻ പര്യാപ്തമാണ്. അതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ പ്രിയങ്ക അല്ല ഡോക്ടർ അരുൺ, അങ്ങനെയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് മറിച്ച് ചെയ്ത ഇടതുപക്ഷത്തിന്റെ വോട്ടൊക്കെ തിരിച്ചു വരുമോ? മറിച്ച് ചെയ്തു അല്ലെങ്കിൽ 95,000 ഏതെങ്കിലും മണ്ഡലങ്ങളൊക്കെ അങ്ങനെ ഒഴിവാക്കുമോ എന്നുള്ള ഇതിന് വരാൻ പോകുന്ന 2026 തെരഞ്ഞെടുപ്പിലെ അടവ് തന്ത്രമാണോ BJP-യുടേത്? ഏത് പാർട്ടിയുമായി ഏത് മുന്നണിയുമായി അടവ് തന്ത്രമാണ് സ്വീകരിച്ചിരിക്കുന്നത്? നിലമ്പൂരിൽ അതിന്റെ തുടക്കമാണോ? നിലമ്പൂർ പരീക്ഷണമാണോ എന്നുള്ളതാണ് ചോദ്യം. താങ്കൾ ഇങ്ങനെ കാടടച്ച് ഇല്ലാത്ത കഥകൾ അഭ്യൂഹങ്ങൾ പറഞ്ഞ് എന്തിനാണ് പ്രചരിപ്പിക്കുന്നത്? സ്ഥാനാർത്ഥി നിർത്തിയ ആ അഭ്യൂഹങ്ങൾ അവസാനിക്കുക. താങ്കൾ എന്തിനാണ് BJP കുറിച്ച് ഇത്രയും വറീഡ് ആവുന്നത്? താങ്കൾ അത് എനിക്ക് വറീഡാണ്. താമരയിൽ വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന മനുഷ്യരെ നിരാശപ്പെടുത്തരുത്. താങ്കളുടെ മണ്ഡലത്തിൽ എന്തായാലും BJP സ്ഥാനാർത്ഥി നിരാശപ്പെടുത്തരുത്. Meet the editors.